അതുകൊണ്ട് ജില്ലാ പ്രവാസി അസോസിയേഷൻ ശക്തമായിട്ട് നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമയത്ത് ഔദ്യോഗികമായി ഉദ്ഘാടന പ്രസംഗം നടത്തുക യുവസംഘടനകൾ കൂടി പത്തനംതിട്ട ഹൃദയങ്ങളിൽ ഒപ്പം കേരളത്തിന്റെ ഹൃദയങ്ങളിൽ ഞങ്ങളുടെയൊക്കെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ഞങ്ങളുടെ സഹോദരൻ കൂടിയായിരിക്കുന്ന അഡ്വക്കേറ്റ് KU ജിനീഷ് കുമാറിനെ നിറഞ്ഞ കയ്യടിയോടുകൂടി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഉദ്ഘാടന പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹമുള്ള അധ്യക്ഷൻ പ്രിയപ്പെട്ട ബിജു, വിഷ്ണു, സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട സുനു, പത്തനംതിട്ട പ്രവാസി അസോസിയേഷൻ്റെ ഭാരവാഹികൾ, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരെ, ഏറെ സന്തോഷത്തോടെയാണ് പത്തനംതിട്ട പ്രവാസി അസോസിയേഷൻ്റെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. പക്ഷെ ഞാൻ അധികം നേരം പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കുഞ്ഞെന്നോട് ചോദിച്ചു, അച്ഛ എപ്പോഴാണ് ഗാനമേള തുടങ്ങുന്നത്? അപ്പോൾ എല്ലാവരും ഈ സന്ധ്യ നന്നായി ആസ്വദിക്കാൻ തയ്യാറായിട്ടാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. പത്തനംതിട്ട സുന്ദരമായ നമ്മുടെ നാടാണ്. ഇവിടെ അജു വിവരിച്ചു, ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ, ലോകത്തെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ് പത്തനംതിട്ട. ഇന്ന് പ്രവാസ ജീവിതം നയിക്കുമ്പോഴും നമ്മുടെ ആ നാടിനെ ചേർത്ത് പിടിക്കുക, ആ സൗഹൃദം നിലനിർത്തുക എന്ന ആഗ്രഹത്തിലാണ് പത്തനംതിട്ട പ്രവാസി അസോസിയേഷൻ നാടിൻ്റെ സ്നേഹം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെയും പ്രവർത്തിക്കുന്നത്. നമ്മുടെ നാട് നല്ല നിലയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. മതസൗഹാർദ്ദത്തിന് പേര് കേട്ട നാട് ഇപ്പോൾ നമുക്കറിയാം വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പത്തനംതിട്ട പ്രവാസി അസോസിയേഷന് നേതൃത്വം കൊടുക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും സ്നേഹിതരും ഒക്കെയാണ്. അവരിൽ ബഹുഭൂരിപക്ഷവും കോന്നിക്കാരാണ്. നിങ്ങളുടെ പ്രസിഡന്റ് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വിഷ്ണു കോന്നിയിൽ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കലഞ്ഞൂർ പാടത്തുള്ള ഒരു സ്നേഹിതനാണ്. ആ കലഞ്ഞൂരിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നും ഇവിടെ എത്തുമ്പോഴും നാടിനോടുള്ള ആ സ്നേഹം, സഹജീവികൾക്ക് സഹായകരമായി പ്രവർത്തിക്കണമെന്ന താല്പര്യം, അതൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ടാണ് ഇവിടെയും ഇത്തരം പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെടുന്നത്. സത്യത്തിൽ ഞാൻ MLA ആയ സമയം മുതൽ തന്നെ ബഹ്റിനിലെ വിവിധ സംഘടനകൾ വിവിധ പരിപാടികൾക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും എത്താൻ കഴിഞ്ഞിരുന്നില്ല. അജു ആദ്യം വിളിച്ച് മെയ് 1 ഫ്രീ ആണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഫ്രീ ആണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതിയത് കൈപ്പറ്റൂര് എന്തെങ്കിലും പരിപാടിക്കായിരുന്നു വിളിക്കുന്നത്. അപ്പോൾ പിന്നീടാണ് നമ്മുടെ ബിനുചേട്ടനും ശ്രീചേട്ടനും ഒക്കെ വിളിച്ചപ്പോഴായിരിക്കും സത്യത്തിൽ കാര്യം മനസ്സിലാകുന്നത്. ഇവിടേക്കാണ് വിളിക്കുന്നത്. അപ്പോൾ എന്നിരുന്നാലും പോകാൻ അനുവദിച്ചപ്പോൾ ഇവിടെ എത്തി എല്ലാവരെയും കാണണം എന്ന നല്ല സന്തോഷം, നല്ല മനസ്സിൽ നല്ല ആഗ്രഹമുണ്ടായിരുന്നു.
ഇപ്പോൾ കോന്നിക്കാർ ധാരാളമുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ സീതത്തോടുകാരും ചിറ്റാറുകാരും തലനൂരുകാരും ഒക്കെയാണ് കൂടുതൽ. കോന്നിക്കാരും മലയാളപ്പുഴക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് അവരെ കാണുമ്പോൾ പ്രത്യേകമായ ഒരു സന്തോഷമാണ്. ഇവിടെ ഈ രാവ് ഏറെ മനോഹരമായ ആഘോഷങ്ങൾക്കാണ് നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഈദിൻ്റെ ആഘോഷമുണ്ട്, വിഷുവിൻ്റെ ആഘോഷമുണ്ട്, ഈസ്റ്ററിൻ്റെ ആഘോഷമുണ്ട്, മെയ് ദിനത്തിൻ്റെ ആഘോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത്. ഈദിൻ്റെ ആഘോഷത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, വിഷുവിൻ്റെ ആഘോഷത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ഈസ്റ്ററിൻ്റെ ആഘോഷത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, മെയ് ദിനാഘോഷത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടി ഒന്നിച്ചൊരാഘോഷം ഇന്ന് ബഹറിലെത്തിയതിനു ശേഷമാണ് കാണാനും പങ്കെടുക്കാനും കഴിഞ്ഞത്. കാരണം എല്ലാ ആഘോഷങ്ങളും ഇപ്പോൾ ഈദ് ഇസ്ലാം മതവിശ്വാസികളുടെ ആഘോഷമാണ്, ഈസ്റ്റർ ക്രിസ്തുമത വിശ്വാസികളുടെ ആഘോഷമാണ്, വിഷു ഹൈന്ദവ വിശ്വാസികളാണ് ഏറെ ആഘോഷിക്കുന്നത്. പക്ഷേ നമ്മൾ ഒന്ന് പരിശോധിച്ചാൽ ഈ മൂന്ന് ആഘോഷങ്ങളും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രത്യാശയുടെയും നന്മയുടെയും സന്ദേശമാണ് ലോകത്ത് വിഭാവനം ചെയ്യുന്നത്, പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. വിഷു നമുക്കറിയാം, ശ്രീകൃഷ്ണ ഭഗവാൻ നരകാസുരനെ വധിച്ചുകൊണ്ട് നന്മ ഉയർത്തിപ്പിടിച്ച അതിൻ്റെ ആഘോഷമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നരകാസുരനെ പോലെ തിന്മ നിറഞ്ഞ ഒരു അസുര രാജാവിനെ പരാജയപ്പെടുത്തി സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം ജയിലിലടച്ച് തൻ്റെ രാജ്യത്തെ ജനങ്ങളെ അവർക്കെതിരായി മൃഗതുല്യം പെരുമാറിയ ഭരണാധികാരികളുടെ പരാജയവും അവിടെ നന്മയുടെ വിജയവുമായി. അതാണ് ഹൈന്ദവ വിശ്വാസികൾ ആചരിക്കുന്ന വിഷുവിൻ്റെ സന്ദേശം. ഈസ്റ്റർ നമുക്കറിയാം, നന്മയെ ക്രൂശിൽ ഏറ്റി, നന്മയെ ക്രൂശിലേറ്റിയതിന് ശേഷം ക്രിസ്തുദേവന്റെ നന്മയുടെ ഉയർത്തെഴുന്നേൽപ്പാണ് ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്ററായി ആഘോഷിക്കപ്പെടുന്നത്. നിരവധി ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെയാണ്, നോമ്പിലൂടെയാണ്, 40-50 ദിവസത്തെ നോമ്പെടുത്തുകൊണ്ടാണ് ആ ഈസ്റ്ററിൻ്റെ ആഘോഷം ക്രൈസ്തവ വിശ്വാസികൾ ലോകത്ത് നടത്തുന്നത്. ഈദും ഇബ്രാഹിം നബി തൻ്റെ പ്രിയ മകനെ ഇസ്മയിലിനെ ബലി കൊടുക്കാൻ തയ്യാറാകുന്നതിൻ്റെ ഒരു ത്യാഗത്തിൻ്റെ സന്ദേശം. ഇസ്ലാം മതവിശ്വാസികൾ നമുക്കറിയാം, ഒരു മാസത്തെ റംദാൻ വ്രതത്തിനു ശേഷമാണ് വ്രതശുദ്ധിയുടെ ആ ബലിവേഷവുമായിട്ടാണ് ആ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത്. എല്ലാത്തിൻ്റെയും സന്ദേശം സ്നേഹത്തിൻ്റെ സന്ദേശമാണ്. എല്ലാ മതങ്ങളും മനുഷ്യരെ പഠിപ്പിക്കുന്നതും സ്നേഹത്തിൻ്റെ സന്ദേശങ്ങളാണ്. തീർച്ചയായും ആ ആഘോഷങ്ങളിൽ ഈ മെയ് ദിനത്തിൽ, സാർവദേശിക തൊഴിലാളികളുടെ ഈ ദിനത്തിൽ ഇങ്ങ് ബഹ്റിനിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള ഒരു വലിയ സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട്
പത്തനംതിട്ട പ്രവാസി അസോസിയേഷൻ മറ്റൊരു മാതൃകാപരമായ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട് ആഗ്രഹിക്കാത്ത ആരുമില്ല. ഇവിടെ പ്രവാസിയായി ജീവിക്കുമ്പോഴും പല ബാധിതയായി ചികിത്സയ്ക്ക് വിധേയമായി ഒരു പെൺകുഞ്ഞുമായി കഴിയുന്ന ഒരു മാതാവിന്, ഒരമ്മയ്ക്ക് ആ മകൾക്ക് ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ നിങ്ങളെടുത്ത തീരുമാനം അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ്. ഇവിടെ നിങ്ങളുടെ ഭാരവാഹികളുടെ എല്ലാം ഒരു ദീർഘവീക്ഷണവും ഒരു നല്ല മനസ്സും ഉള്ളതുകൊണ്ടാണ് അങ്ങനെയൊരു തീരുമാനം നിങ്ങൾ കൈക്കൊണ്ടത്. തീർച്ചയായിട്ടും അത് കോന്നിയിലുള്ള ഒരു സഹോദരിക്കാണ് എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഈ ഓണത്തിന് തന്നെ ആ ഭവനം പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. അത് നിങ്ങൾ കരാർ നൽകി കഴിഞ്ഞു. അതിന് മുൻകൈയെടുത്ത നിങ്ങളെല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് പത്തനംതിട്ടയിലെ പ്രവാസി അസോസിയേഷൻ ബഹറിൽ കേന്ദ്രമായി പ്രവർത്തിക്കുമ്പോഴും നാട്ടിലെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നിങ്ങളുടെ ആ നല്ല പ്രവർത്തനങ്ങൾ ഇനി വേറെ മുമ്പോട്ട് പോകും. പത്തനംതിട്ട പ്രവാസി അസോസിയേഷൻ കൂടുതൽ മികവായി മുമ്പോട്ട് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അത്രമാത്രം ലീഡർഷിപ്പുള്ള നല്ല മനസ്സിൻ്റെ ഉടമകളാണ് അതിൻ്റെ ഭാരവാഹിത്വത്തിലുള്ള എല്ലാവരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എൻ്റെ സ്നേഹിതരായിട്ടുള്ള അവരെ എല്ലാവരെയും ഈ പരിപാടിയുടെ കോർഡിനേറ്റർ വിനീത് ഉൾപ്പെടെ അതിന് നേതൃത്വം കൊടുത്ത, അസോസിയേഷന് നേതൃത്വം കൊടുത്ത വിഷ്ണുവിനെയും സിനുവിനെയും അജുവിനെയും എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ സന്ധ്യ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു MLA അഡ്വക്കേറ്റ് കെ ജനീഷ് കുമാർ. അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ ആശംസ